നമ്മൾ ഈ മോഡ്യൂളിൽ ഫിനാൻഷ്യൽ അനാലിസിസ് കഴിഞ്ഞിട്ട് ഇനി ഫൈനൽ അനാലിസിസ് ആണ്, അനാലിസിസ് ഓഫ് ഓപ്പറേഷണൽ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്താ വെച്ചാൽ നമ്മളിത് എങ്ങനെ ഈ പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു, വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് വി ഹാവ് ടു ടേക്ക്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അനാലിസിസ്, ഇതൊക്കെയാണ് ഇതിൽ വരിക. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ടെക്നിക്സിൽ കാണാനുണ്ട്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് അറിയേണ്ട കാര്യം, വാട്ട് യു മീൻ ബൈ ദിസ്. The profitability projections are based on the assumption that the project would operate at capacity utilization in the future based on our calculations. അതായത് നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ്റെ കാര്യം ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. എന്താ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ കൊല്ലം എത്ര കണ്ട് റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കും, ആദ്യത്തെ കൊല്ലം നമ്മൾ അധികമൊന്നും ഉപയോഗിക്കില്ല. അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ ആകുമ്പോഴേക്കാണ് നമ്മുടെ കപ്പാസിറ്റി, അതായത് നമ്മുടെ മെഷീൻസിനും മനുഷ്യർക്കും ചെയ്യാവുന്ന ജോലിയുടെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ്റെ കണക്ക് നമ്മൾ മുമ്പ് കണ്ടു, പലതരത്തിലുള്ള പെർഫോമൻസിൽ നമ്മൾ കണ്ടു. ഈ ഒരു കണക്കിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി പ്രൊഡിക്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് വെച്ചാൽ ലാഭം, എത്ര ലാഭം കിട്ടും നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ദ ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺസർട്ടൺ അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും 2019 വിചാരിച്ചില്ല ഇങ്ങനെ കൊറോണ വരുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ we may not be able to forecast the exact benefits and costs expected from a particular project, especially in an environment of inflation, rapid change in technology, underrating of capacity and so on. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കാതുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചേക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ പറയണമെന്ന് നോക്കിയേ. ഒന്ന് ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പം, പിന്നെ റാപ്പിഡ് ചേഞ്ച് ഇൻ ടെക്നോളജി അല്ലേ. നമുക്ക് സാങ്കേതിക വിദ്യയിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മെഷീൻസൊക്കെ പഴയതായി പോകും, നമ്മൾ പുതുക്കേണ്ടി വരും. അപ്പോൾ അതിന് കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ അണ്ടർറേറ്റിംഗ് ഓഫ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നോളജിയുടെയും മാൻ പവറിൻ്റെയും കാര്യം നമ്മൾ എന്താണ് കുറച്ച് കണ്ടു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, ഇനി ഈ അൺസർട്ടനിറ്റീസിനെ പ്രശ്നം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സ് ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് കാൽക്കുലേറ്റിംഗ് ദ റിലയബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് ദ ഫോളോയിങ് ടെക്നിക്സ് മേ ബി യൂസ്. അപ്പോൾ ഈ പ്രോജക്റ്റ് എത്രമാത്രം റിലയബിളാണ്, എത്രമാത്രം നമുക്ക് ആശ്രയിക്കുക, ഒരു സ്രോതസ്സായിട്ട് എത്രമാത്രം ആശ്രയിക്കുക എന്നുള്ള കണക്കാക്കുമ്പോൾ കുറച്ച് ടെക്നിക്സും കൂടെ നമ്മൾ കണ്ടിരിക്കണം. ഓക്കെ, ആദ്യത്താണ് നമ്മൾ കുറേ പ്രാവശ്യം കേട്ടൊരു സാധനമാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ്, രണ്ടാമത്തെ സെൻസിറ്റിവിറ്റി അനാലിസിസ്, മൂന്നാമത്തെ റിസ്ക് അനാലിസിസ്. ഓക്കെ, ബ്രേക്ക് ഈവൻ അനാലിസിസ് തെറ്റി വന്നതാണ്, റിസ്ക് അനാലിസിസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കണ്ട ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. ഈ ബ്രേക്ക് ഈവൻ എന്നുള്ള വാക്ക് ശരിക്കും പറയാം ന്യൂക്ലിയർ ഫിസിക്സിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ കാര്യത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ, ഇതുവരെ ഉണ്ടാക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല, ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത എനർജിയെക്കാട്ടി കൂടുതൽ എനർജി എപ്പോഴാണോ ഈ റിയാക്ടർ ഉണ്ടാക്കുന്നത്, വി വിൽ സേ ദാറ്റ് ബി ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അതായത് നമുക്ക് ചിലവിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് പവർ കിട്ടുന്ന ഒരു പോയിൻറ്റിന് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയാം. ഇതേ അർത്ഥം തന്നെയാണ് ഇതിവിടെ നമുക്ക് കാണാനുള്ളത്. ഓക്കെ, സോ ദ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റും അതായത് കോസ്റ്റും തമ്മിലുള്ളൊരു റിലേഷനാണ്. ഇത് രണ്ട് തരത്തിൽ നമുക്ക് കാണാം, ഇൻ ദ നാരോ സെൻസ് ആൻഡ് ദി ബ്രോഡ് സെൻസ്. ഇനി വളരെ ചെറിയൊരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദി കാൽക്കുലേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇറ്റ് ഈസ് എ പോയിൻ്റ് അറ്റ് വിച്ച് ദ പ്രോജക്റ്റ് ഹാസ് നോ പ്രോഫിറ്റ് നോ ലോസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോസ് മാറി പ്രോഫിറ്റ് ആവുന്ന പൊസിഷനാണ്. ഇവിടെ അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ പോയിൻ്റ് അറ്റ് വിച്ച് ദ പ്രോജക്റ്റ് ഹാസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ നമുക്ക് എത്രയാണോ ചിലവായത് അതിനെ തിരിച്ചും കിട്ടും. ഓക്കെ, സോ അറ്റ് ദിസ് പോയിന്റ് ദ ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് ദ ടോട്ടൽ സെയിൽസ്. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് എത്ര ചിലവായോ അത്രയും തന്നെ നമുക്ക് വിറ്റുവരവുണ്ട്. ഇൻ അതർ വേർഡ്സ് ദിസ് ഇസ് അറ്റ് ദ പോയിന്റ് അറ്റ് വിച്ച് ലോസസ് സീസ് ആൻഡ് പ്രോഫിറ്റ്സ് ബിഗിൻ. സീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുക. അപ്പോൾ നഷ്ടങ്ങളെല്ലാം നികന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പ്രോജക്റ്റിൽ ഈ മെഷീനറി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര കാശ് ചിലവായോ അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ വിറ്റുവരവിൽ നിന്ന് തിരിച്ചു കിട്ടി, അതെല്ലാം നികന്നു പോയി. ഇനി ശിഷ്ടം ബാക്കി വരുന്ന ബിസിനസ് അല്ലെങ്കിൽ ബാക്കി വരുന്ന കച്ചവടം എന്താണ്? നമ്മുടെ ലാഭമാണ്. അപ്പോൾ ആ ലാഭം കണക്കാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് കണക്കാക്കുന്ന മെത്തഡിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുക. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് എൻ ഇക്വിലിബ്രിയം പോയിന്റ് ഓർ വാല്യൂ ബിറ്റ്വീൻ കോസ്റ്റ്, പ്രൈസസ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പോൾ കോസ്റ്റും പ്രൈസസും അല്ലേ റിലേറ്റഡ് ആണ്, അതിനോടനുബന്ധിച്ചാണ് പ്രോഫിറ്റ്സ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇറ്റ് ഈസ് എ ബാലൻസിങ് പോയിൻറ്റ്.
അല്ല, ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് 0 point costs. ഇനി ഇത് നമുക്ക് വേറൊരു പേരും കൂടെ പറയേണ്ടത് BEP is also called as bread earning point because it is at this point that the project or concern starts earning its bread or that is profit. അതായത് അന്നം കണ്ടെത്താനുള്ള ഒരു വഴിയായി ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് എടുക്കാം. കാരണം അതിനുശേഷം ബ്രേക്ക് ഇവൻ പോയിന്റ് വരുന്നതല്ല ലാഭമാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ഓക്കെ, മറ്റ് ബാക്കി അങ്ങനെയല്ല, പലതരത്തിലുള്ള ലോൺ അടച്ചു തീർക്കലും അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകൾ തീർക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് വിറ്റ് വരെ എന്നുള്ള കാശ് എടുക്കേണ്ടി വരും. So once a unit crosses BEP, it generates a surplus. Surplus എന്ന് വെച്ചാൽ എന്താ? എ ലാർജർ ഇൻകം ദാൻ എക്സ്പെൻഡിച്ചർ. അല്ലേ, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും ചിലവായതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. സോ ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ഇനി ഇതാണ് നാരോ സെൻസിൽ. Now in a broad sense, it is a method of analysis that can be used to determine the probable profit at any level of activity. ഏതൊരു അവസ്ഥാന്തരത്തിലും നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് എത്ര കണ്ട് ലാഭം നമുക്ക് തരുന്നുള്ളതിൻ്റെ ഒരു അനാലിറ്റിക്കൽ മെത്തഡാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതും ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ഒരു ടൂളാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ടൂൾ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് വെയർ ബൈ ദ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ സെയിൽസ് വോളിയം, പ്രൈസ്, കോസ്റ്റ്സ് ആൻഡ് മിക്സ് can be estimated definitely and accurately. അപ്പോൾ ഇതെന്താ? ദിസ് എ ടൂൾ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. അത് ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ്, നമ്മുടെ ലാഭത്തിനെ ആരൊക്കെ ബാധിക്കും നോക്കിയേ. സെയിൽസ് വോളിയമിലെ ചേഞ്ച്. സെയിൽസ് വോളിയം എന്ന് വെച്ചാൽ വിറ്റ് എത്ര കണ്ട് വിറ്റ് പോയി. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചെരുപ്പ് കടയുടെ കാര്യമാണെങ്കിൽ എത്ര ജോഡി ചെരുപ്പുകൾ വിറ്റു, അതാണ് സെയിൽസ് വോളിയം. ഓക്കെ, പ്രൈസ് എന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ നമുക്ക് കിട്ടുന്ന തുക. കോസ്റ്റ് എന്ന് വെച്ചാലോ നമുക്ക് ചിലവാകുന്ന തുക. മിക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രോഡക്റ്റ് മിക്സിൻ്റെ കാര്യം മുമ്പ് കണ്ടിട്ടുണ്ട്. പലതരത്തിലും ലൈൻ ഓഫ് പ്രോഡക്ട്സിനാണ് നമ്മൾ മിക്സ് എന്ന് ഉദ്ദേശിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ് അസ് സേ ബജാജ് എന്നുള്ള കമ്പനി എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? സ്കൂട്ടറുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ബൈക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പലതും അല്ല. അപ്പോൾ ഓരോ തരത്തിലുള്ള വാഹനങ്ങളും ഈ ഓരോ പ്രോഡക്റ്റ് ലൈനാണ്. ഓക്കെ, ഈ പ്രോഡക്റ്റ് ലൈനുകളുടെ കോമ്പിനേഷനാണ് നമ്മൾ മിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്ത് ചെയ്യാം? കൃത്യമായി നമുക്ക് കണക്കാക്കാനുള്ള ഒരു വഴിയാണ് ഈ പറഞ്ഞ ബ്രേക്ക് ഇവൻ അനാലിസിസ്. സോ ഇറ്റ് ഇസ് എ ടെക്നിക് കോമൺലി യൂസ്ഡ് ആസ് എസ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രോഫിറ്റബിലിറ്റി കണക്കാക്കാനാണ് നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉപയോഗിക്കുക. ഇനി ഇതൊരു അനാലിറ്റിക്കൽ മെത്തഡാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുമാനിക്കും, അതായത് അസ്യൂം ചെയ്യും. ആദ്യത്തെ എന്താണെന്ന് നോക്കിയേ. കോസ്റ്റ് ക്യാൻ ബി ആക്യുറേറ്റ്ലി ഡിവൈഡഡ് ഇൻടു വേരിയബിൾ ആൻഡ് ഫിക്സഡ് എലമെൻറ്റ്സ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റുമായിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയണം. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഉണ്ടാവാൻ പോകുന്ന ചിലവ്. ഓക്കെ, വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യതിയാനം വരാം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ലെറ്റസ് സീസണൽ വേരിയേഷൻസ്, അതെല്ലാം വേരിയബിൾ കോസ്റ്റാണ്. ഇനി വേരിയബിൾ കോസ്റ്റ് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ഔട്ട്പുട്ട് വൈൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഫിക്സഡ് കോസ്റ്റ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ വേരിയബിൾ കോസ്റ്റ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരുപാട് നമ്മൾ ഒരു ഫാക്ടറിയിൽ കുറേ വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്തായാലും കൂടും, കയറ്റിറക്ക് കൂലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ അത് വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ അത് എന്തിനാ പ്രൊപ്പോർഷനാണ്? ഔട്ട്പുട്ട്, നമ്മൾ എത്ര കണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുള്ളതിൻ്റെ പ്രൊപ്പോർഷനാണ്. ഇനി സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമുക്ക് വിറ്റ് പോകുന്ന പ്രൈസ് എപ്പോഴും മാറില്ല. ഇനി മുമ്പേ പറഞ്ഞ സെയിൽസ് മിക്സ്, അതിനും മാറ്റം സംഭവിക്കില്ല. അതേപോലെ പ്രൊഡക്ടിവിറ്റി പെർ വർക്കർ ആൻഡ് പെർ മെഷീൻ ഡു നോട്ട് ചേഞ്ച്. നമ്മൾ ജോലിക്ക് നിയോഗിച്ചിരിക്കുന്ന തൊഴിലാളി, അതുപോലെ ജോലിക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത മെഷീൻസിൻ്റെയും ഉൽപ്പാദനക്ഷമതയ്ക്ക് വ്യത്യാസം വരില്ല. പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഉൽപ്പാദനക്ഷമത, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എഫിഷ്യൻസി. ഓക്കെ, വർക്കിംഗ് എഫിഷ്യൻസി ഡസ് നോട്ട് ചേഞ്ച്. ഇനി നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് എന്നുള്ളൊരു അസംഷനാണ്. നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചോ അത് മുഴുവൻ വിറ്റ് പോകും എന്നുള്ളൊരു അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ടുഡേ ഈസ് ദ സെയിം ആസ് ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ഇൻ എനി ഫ്യൂച്ചർ ഇയർ. നമുക്കിപ്പോൾ കിട്ടുന്ന രൂപയുടെ വിപണന മൂല്യം തന്നെ നമുക്ക് ഭാവിയിലും പ്രതീക്ഷിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ലിമിറ്റേഷനായിട്ട് പഠിക്കും. ഓക്കെ, ഇനി ഇതെന്താ ഈ BEP? അതൊരു എന്താണ്? ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് എൻ ഇക്വേഷൻ. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ BEP ഇൻ യൂണിറ്റ്സ്. BEP എന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ,
ഇറ്റ് ഗീവ്സ് ദ മിനിമം ക്വാണ്ടിറ്റി ടു ബി പ്രൊഡ്യൂസ് ടു മേക്ക് പ്രോഫിറ്റ്. എത്ര നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുന്ന ചെരുപ്പ് കടയുടെ കാര്യം പറയുകയാണെങ്കിൽ എത്ര ജോഡി ചെരുപ്പുകൾ വിറ്റാൽ മിനിമം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും എന്നുള്ളതിൻ്റെ കണക്കാണ് BEP. അപ്പോൾ എത്ര ചെരുപ്പുകൾ എന്നുള്ള കാര്യമാണ് BEP ഇൻ യൂണിറ്റ്സ്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വസ്തു, അതായത് നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ എത്ര ചെരുപ്പുകൾ വിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ കോസ്റ്റിനെ സെയിൽസ് കവർ ചെയ്യും. ഓക്കെ എന്നുള്ളതാണ് BEP ഇൻ യൂണിറ്റ്സ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി BEP ഇൻ റുപ്പീസ്, നമുക്ക് മോണിറ്ററി കാൽക്കുലേഷനാണ് വേണമെങ്കിൽ എത്ര കാശ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രേക്ക് ഈവൻ പോയിൻ്റ് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, മുമ്പേ കിട്ടിയ ബ്രേക്ക് ഈവൻ പോയിൻ്റ് യൂണിറ്റ്സിനെ സെയിൽസ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ജോഡി ചെരുപ്പിന് എത്ര, അതാണ് സെയിൽസ് പ്രൈസ്. ഓക്കെ, ഈ യൂണിറ്റ്സിനെ സെയിൽ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് BEP ബ്രേക്ക് ഈവൻ പോയിൻ്റ് റുപ്പീസ് കിട്ടും. അത് എന്താ പറയുന്നത്, ഇത്രയെങ്കിലും കാശ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ നമുക്കുണ്ടായ ചിലവുകളെല്ലാം നികന്നു പോവുള്ളൂ എന്നാണ്. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്താണെന്ന് സംശയം വരും. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. ഈ എക്സാമ്പിൾ നോക്കിയേ. ഇഫ് ദ ഫിക്സഡ് കോസ്റ്റ് ഈസ് 6,000, സെയിൽസ് പ്രൈസ് ഇസ് ₹12 പെർ യൂണിറ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ₹6 പെർ യൂണിറ്റ്, BEP ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് പറയണത്, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 6,000 രൂപ, പിന്നെ സെയിൽസ് പ്രൈസ് എന്നുള്ളത് 12 രൂപയാണ്, പിന്നെ ഒരു വേരിയബിൾ കോസ്റ്റ് പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടു. സെയിൽസ് എന്താ പ്രൈസിന് നമ്മൾ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ നമുക്ക് ഫിക്സഡ് കോസ്റ്റായിട്ടും വേരിയബിൾ കോസ്റ്റായിട്ടും നമുക്ക് എടുക്കാം. BEP എങ്ങനെ കാണാൻ നോക്കിയേ. 6,000 നമ്മൾ മുമ്പേ കണ്ടു. എന്താണ് മുമ്പത്തെ ഇക്വേഷൻ നോക്കിയിട്ട് ഫിക്സഡ് പ്രൈസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റ് വിട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുള്ളതാണ്. ഈ കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം നോക്കിയേ, 12-ൽ നിന്നും 6 കുറച്ച് കളയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എപ്പോഴും ലാഭിക്കാൻ കഴിയും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. വേരിയബിൾ കോസ്റ്റ് എന്തായാലും നമുക്ക് വരും എന്നുള്ള അസംഷനിലാണ് നമുക്ക് ഈ കണക്കെടുക്കുന്നത്. അപ്പോൾ 12 നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ച് കളയണം, വേരിയബിൾ കോസ്റ്റ് കുറച്ച് കളയണം. ഓക്കെ, കാരണം ആ വേരിയബിൾ കോസ്റ്റ് നമുക്ക് വന്നേക്കാം, ചിലപ്പോൾ വന്നേക്കില്ല എന്നുള്ളതാണ് നമ്മുടെ അനുമാനം. അത് വരും എന്നുള്ള അസംഷനിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ 12-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ, 6 രൂപയെ നമുക്ക് ഇൻ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 1000 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 1000 വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ചെരുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1000 ചെരുപ്പ്, അതല്ല ഹെൽമെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1000 ഹെൽമെറ്റ് എന്നായിരിക്കും. ഓക്കെ, ഇനി അത് കാശിൽ കണക്കാക്കണമെങ്കിലോ, ഇത്രയും യൂണിറ്റ് വിറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കാശിനെ കണക്കൊക്കെ എന്ത് ചെയ്താൽ മതി, ഒരു യൂണിറ്റിന് എത്ര വില വരുന്നത് മാത്രം കണ്ടാൽ മതി. അത് 12 മുമ്പ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഇത്ര 1000 യൂണിറ്റിന് 12 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 12,000 രൂപയാണ് എൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ഈ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് റുപ്പീസ് കാണുമ്പോൾ സെയിൽസ് പ്രൈസ് മാത്രം എടുത്താൽ അതിൽ നിന്നും നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കേണ്ട. ഓക്കെ, യൂണിറ്റ്സ് കാണാൻ മാത്രമേ നമ്മൾ വേരിയബിൾ പ്രൈസ് കുറയ്ക്കുള്ളൂ. അപ്പോൾ 12,000 രൂപയാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ റുപ്പീസ്. 1000 യൂണിറ്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സ്. ഇനിയാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു റേഷ്യോ പറഞ്ഞത്. നമ്മൾ നേരത്തെ കോൺട്രിബ്യൂഷൻ്റെ കാര്യം കണ്ടു. ഇനി കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്തത് അത് നമ്മുടെ സെയിൽസും വേരിയബിൾ കോസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് യൂസ് ടു കവർ ദ ഫിക്സഡ് എക്സ്പെൻസസ് ആൻഡ് ദെൻ വാട്ട് എവർ റിമെയിൻസ് ആഫ്റ്റർ ദ ഫിക്സഡ് എക്സ്പെൻസസ് ആർ കവേർഡ് ഗോസ് ടു പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, ഈ നമുക്കുണ്ടാവുന്ന സെയിൽസ് പ്രൈസും അതുപോലെ വേരിയബിൾ കോസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ്. അതാണ് ശരിക്കും നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, ഈ വേരിയബിൾ പ്രൈസ് ഉണ്ടാവാതിരിക്കാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്താണ് കണക്കാക്കുന്നത്, ഇതിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുക. ഇനി ഇഫ് ദ കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് സഫീഷ്യൻറ്റ് ടു കവർ ദ ഫിക്സഡ് എക്സ്പെൻസസ് ദെൻ എ ലോസ് ഒക്കേഴ്സ് ഫോർ ദ പീരീഡ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ നേരത്തെ എക്സാമ്പിളിൽ ഫിക്സഡ് പ്രൈസ് യുവർ സെയിൽസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് നഷ്ടമാണ്, നെഗറ്റീവാണ് വരിക അല്ലേ. അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. സോ ദെൻ എ ലോസ് ഒക്കേഴ്സ്. സോ കോൺട്രിബ്യൂഷൻ യൂസ്ഫുൾ ഫോർ ടു മാനേജ്മെൻറ്റ് ടു ഡിറ്റർമിൻ ദി BEP. നമ്മൾ നേരത്തെ കണ്ടു, കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ നോയിങ് ദ ഡിസൈഡ് പ്രോഫിറ്റ്സ്. നമുക്ക് ഇത്ര ലാഭം കിട്ടുന്നുള്ള കണക്ക് നമുക്ക് എടുക്കാം. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽസ്. നമ്മളിപ്പോൾ ഒരു മെത്തഡ് വഴി പോയപ്പോഴാണ് നമ്മൾ പറയുകയാണ് ഇത്രയാണ് എൻ്റെ വേരിയബിൾ കോസ്റ്റ്. ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ല മെത്തഡുകൾ ഉണ്ടാവാം.
ഓക്കെ, പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ സ്റ്റോറേജിനൊക്കെ നല്ല മെത്തേഡുകൾ ഉണ്ടാവാം. അത് ഉപയോഗിക്കാൻ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യണം, മാത്തമാറ്റിക്കൽ ടേംസിൽ പറയുകയാണ് ചെയ്യണം കോൺട്രിബ്യൂഷൻ വഴി. ഓക്കെ, സോ യു ക്യാൻ ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊപ്പോസൽ. ഓൾട്ടർനേറ്റീവ് ചില ബദൽ നിർദ്ദേശങ്ങൾ, വേറെ എന്തെങ്കിലും ഉപാധികൾ സ്വീകരിക്കാമോ എന്നുള്ളതാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് പ്രൊപ്പോസൽ എന്ന് പറയാം. സോ കോൺട്രിബ്യൂഷൻ ഈസ് സെയിൽസ് കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ നമുക്ക് എൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ. നമുക്ക് ആദ്യത്തെ എക്സാമ്പിളേ നമുക്ക് ആവശ്യമുള്ളൂ. രണ്ടാമത്തത് ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ഈവൻ അനാലിസിസ് നമുക്ക് ഇക്വേഷൻ വഴിയും കണ്ടുപിടിക്കാം, ചാർട്ട് വഴിയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ചാർട്ട് വഴി കണ്ടുപിടിക്കാനായിട്ട് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇറ്റ് ഷോസ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് എൻ എൻ്റർപ്രൈസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. The chart is often used for studying cost volume profit relationship. Okay, cost volume and profit relationship. കോസ്റ്റും പ്രോഫിറ്റ് നമ്മളെ റിലേഷൻഷിപ്പിനാണ് നമ്മൾ ഈ ഒരു പേര് പറയുന്നത്. ഇനി എ ന്യൂ പ്രോജക്റ്റ് ക്യാൻ ഡിറൈവ് ബെനിഫിറ്റ് ബൈ ദ യൂസ് ഓഫ് ദ ചാർട്ട് ഇൻ എസ്റ്റിമേറ്റിംഗ് മാർജിനൽ സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ ചാർട്ട്. ബ്രേക്ക് ഈവൻ ചാർട്ടിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഔട്ട്പുട്ട് യൂണിറ്റ്സും കോസ്റ്റ് പെർ റവന്യൂ, അതായത് കോസ്റ്റ് ഒരു എന്താണ് പെർ യൂണിറ്റ് പ്രൈസ്. Okay, so an entrepreneur may plan accordingly so as to give a modest start. Modest start എന്ന് വെച്ചാൽ നമുക്കൊരു വല്ലാത്ത നഷ്ടമില്ലാതെ ഒരു മീഡിയം ലെവലിൽ കടന്നു പോകാവുന്ന തരത്തിൽ നമുക്കൊരു തുടക്കം നമ്മുടെ പ്രോജക്റ്റിന് കിട്ടും. സോ ദ ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് ഓൾസോ യൂസ് ഫോർ പ്രിപ്പയറിങ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ്. നമ്മളിപ്പോൾ എല്ലാ കൊല്ലവും ബഡ്ജറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനായിട്ട് നമുക്ക് ബ്രേക്ക് ഈവൻ ചാർട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ വിഷ്വലൈസിങ് പ്രോഫിറ്റ് ഓർ ലോസ് എഫക്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സെയിൽസ്. ആദ്യത്തെ കൊല്ലം, രണ്ടാമത്തെ കൊല്ലം, മൂന്നാമത്തെ കൊല്ലം, ഇങ്ങനെ സമയം മുമ്പോട്ട് പോകുന്തോറും പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും എഫക്ട്സ് നമ്മുടെ കമ്പനി എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഈവൻ ചാർട്ട് കൊണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തന്ന ഗ്രാഫിൽ 5000 യൂണിറ്റ്സിനാണ് ഈ പറഞ്ഞ ബ്രേക്ക് ഈവൻ പോയിൻ്റ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പല ഗ്രാഫുകളും ഇതിൽ വരയ്ക്കുന്നത്. സെയിൽസ് ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റാണ് കാണിക്കുന്നത്, ടോട്ടൽ കോസ്റ്റ്, അതുപോലെ വേരിയബിൾ കോസ്റ്റ്, ഫൈനലി ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ഇത് നമ്മൾ എവിടെ നോക്കിയാൽ ടോട്ടൽ കോസ്റ്റ് ലൈനിൽ വരുന്ന ഈ പറഞ്ഞ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് വൈ ആക്സിസിൽ വരുന്നതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ ഇൻ റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസും അറിയേണ്ട ആവശ്യമില്ല, കാരണം ഈ ചാർട്ടിൻ്റെ വലിയ ഡീറ്റെയിൽ അനാലിസിസ് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി വാട്ട് ഡു യു മീൻ ബൈ ദിസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ? ദിസ് റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആൻഡ് ടോട്ടൽസ്. കോൺട്രിബ്യൂഷൻ മാർജിൻ വെച്ചാൽ എത്ര കണ്ട് കോൺട്രിബ്യൂഷൻ വരുന്നുള്ളതാണ്, ദ റേഞ്ച് ഓഫ് കോൺട്രിബ്യൂഷൻ ആൻഡ് ടോട്ടൽ സെയിൽസ്. It is also known as contribution margin ratio or marginal profit ratio. ഇതെന്താന്ന് നോക്കി, ഇറ്റ് ഇസ് കമ്പ്യൂട്ടഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ഇറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഓർ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. കാരണം കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് തീർച്ചയായിട്ടും 1 താഴെയായിരിക്കും. സാറിന് സെയിൽസ് പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. കോൺട്രിബ്യൂഷൻ നമ്മൾ എന്താ ചെയ്യണത്, നമ്മുടെ സെയിൽസ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ച് കളയും, വേരിയബിൾ കോസ്റ്റ് കുറച്ചല്ലേ, അതാണ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് എന്താണ്, നമ്മൾ ആ പറഞ്ഞ സെയിൽസ് പ്രൈസ് എത്രയാണോ വിൽക്കുന്നത് അതിന് എത്ര കോസ്റ്റാണ്, MRP അല്ലേ, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതാണ് നമ്മുടെ സെയിൽസ് പ്രൈസ്. നമ്മൾ സെയിൽസ് ഉദ്ദേശിക്കുന്നത് സെയിൽസ് പ്രൈസാണ്. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ എന്തായാലും 1 താഴെയായിരിക്കും. അപ്പോൾ അത് ശതമാനം കണക്കാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇനി ഈ റേഷ്യോ നമുക്ക് എന്താ ഉപയോഗം? ഇറ്റ് ഷോസ് how contribution margin will be affected by a given change in total sales. മൊത്തം സെയിൽസിനെ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ്റെ ഒരു വ്യതിയാനം, കോൺട്രിബ്യൂഷൻ്റെ ഒരു റേഞ്ച് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇറ്റ് സർവ്സ് ആസ് എ ഗൈഡ് ടു ദ പ്രോഫിറ്റബിലിറ്റി ഇൻ ജനറൽ. പൊതുവേ നമുക്ക് പ്രോഫിറ്റബിലിറ്റി, ലാഭക്കണക്ക് എങ്ങനെ കിട്ടുന്നുള്ളതിൻ്റെ ഒരു കണക്കാണിത്. Now on the basis of this ratio it is possible to select the most profitable selling area, ലൈൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് മെത്തഡ് ഫോർ സെയിൽ. അതായത് ഈ ഒരു പ്രോഫിറ്റ് വോളിയം റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് നോക്കിയേ, ഇറ്റ് ഈസ് പോസിബിൾ ടു സെലക്ട് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ സെല്ലിംഗ് ഏരിയ.
അപ്പോൾ നമുക്ക് നമ്മളൊരു ഉൽപ്പാദനം നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, അതിൻ്റെ എവിടെ ഏത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളിത് ഉണ്ടാക്കണം, ടെക്നോളജി വശത്താണോ അതല്ല സർവീസാണോ, അങ്ങനെ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആയിരിക്കും. ഓക്കെ, ഇത് മാത്രം എടുത്തിട്ട് കാര്യമില്ല. പ്രോഫിറ്റ് വോളിയം റേഷ്യോയുടെ കൂടെ നമ്മൾ എന്തും കൂടെ എടുക്കണം, മാർജിൻ ഓഫ് സേഫ്റ്റി എന്നൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി കണക്കാക്കേണ്ടത്. അതാണ് പറഞ്ഞിട്ടുണ്ട്, ദിസ് റേഷ്യോ ഷുഡ് നോട്ട് ബി ടേക്കൺ ആസ് എ സോൾ ഇൻഡെക്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. സോൾ എന്ന് വെച്ചാൽ ഒറ്റ, ഈ ഇൻഡെക്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ മാത്രം വെച്ചിട്ടുള്ള നമ്മൾ കാണുക. ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ റിയൽ പൊസിഷൻ ഓഫ് profitability, it is advisable to supplement this ratio with the margin of safety. ഈ നമ്മൾ കണ്ട പ്രോഫിറ്റ് വോളിയം റേഷ്യോയുടെ കൂടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുള്ള ഒരു റേഷ്യോ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റബിലിറ്റി കണക്കാക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് ഈ പോയിന്റ് നമ്മളോട് പറയുന്നത്. പിന്നെ നമുക്ക് എന്താ ഡബിളിൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി. So what is margin of safety? It is a difference between actual sales and break-even sales. Actual sales എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എത്ര വിറ്റ് പോകുന്നു അറ്റ് പ്രസൻറ്റ്, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എത്ര വിറ്റ് പോയി, അതാണ് നമ്മൾ ആക്ച്വൽ സെയിൽസ് ആയിട്ട് പറയാം. സോ ദാറ്റ് ഇസ് എ പ്രസൻറ്റ് സെയിൽസ് ആൻഡ് break-even sales. break-even sale എന്ന് വെച്ചാൽ എന്താ, മിനിമം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കോസ്റ്റൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ട സെയിൽസിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുക. അപ്പോൾ 1000 യൂണിറ്റ് വിറ്റ് പോയാൽ മാത്രമേ എനിക്കുണ്ടായ ചിലവുകളും നഷ്ടങ്ങളൊക്കെ നികന്ന് പോകുള്ളൂ എന്നാണെങ്കിൽ 1000 ഈസ് മൈ ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സോ മാർജിനൽ സേഫ്റ്റി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇപ്പോഴത്തെ വിറ്റ് വരവും ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തേണ്ട വിറ്റ് വരവിൻ്റെ ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇറ്റ് സ്റ്റേറ്റ്സ് എമൗണ്ട് ബൈ വിച്ച് സെയിൽസ് ക്യാൻ ഡ്രോപ്പ് ബിഫോർ ലോസസ് സ്റ്റാർട്ട് ടു ഒക്കർ ഇൻ എ പ്രോജക്റ്റ്. അപ്പോൾ അതിനർത്ഥം എന്താ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ആക്ച്വൽ സെയിൽസ് ലെറ്റ് മീ സേ ഇറ്റ് ഈസ് 1200 യൂണിറ്റ്സ്. ഓക്കെ, എൻ്റെ ബ്രേക്ക് ഈവൻ സെയിൽസ് 1000 യൂണിറ്റ് ആണെന്നിരിക്കട്ടെ, 1000 യൂണിറ്റ്. അപ്പോൾ എൻ്റെ എത്ര കണ്ട് എനിക്ക് ഈ പറഞ്ഞ സെയിൽസ് കുറയാം, 200 യൂണിറ്റ്സ് വരെ കുറയാം. കാരണം 1200 വിറ്റ് പോകുന്നുണ്ട്, 1000 കടന്നു കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ, 200 എനിക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ ഈ 200 യൂണിറ്റാണ് എൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, സോ ഈ 200 യൂണിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നഷ്ടമാണ്. കാരണം ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് താഴെ പോകും. ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് താഴെ പോയി കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്കുണ്ടാകുന്ന ചിലവുകൾ നികത്താനായി ഈ പറഞ്ഞ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാണ്. ഓക്കെ, സോ ഇനി അടുത്ത എന്താ, ദ ഹയർ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഗ്രേറ്റർ ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ടു വിത്ത്സ്റ്റാൻഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ആക്ച്വൽ ആക്ടിവിറ്റി ഡ്യൂ ടു ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ റീസൺസ്. നമുക്ക് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കൂടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് നോക്കിയാൽ, നമ്മുടെ ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് കൂടുതലാണ്. അതായത് എനിക്ക് എൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 ആണ് എൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, എൻ്റെ വിറ്റ് വരവ് 2000 എന്നിരിക്കട്ടെ, 200 അല്ല, 1200 അല്ല, 2000 എന്നിരിക്കട്ടെ. അപ്പോൾ 1000 ആണ് എനിക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുന്തോറും ഞാൻ അതിനർത്ഥം എന്താ, ഞാൻ കൂടുതൽ സേഫാണ്. എനിക്ക് 1000 യൂണിറ്റ്സിൻ്റെ വിറ്റ് വരവിൽ കുറവുണ്ടായാൽ പോലും എന്നെ ബാധിക്കില്ല എന്നുള്ള കണക്കിലാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുക. സോ ഹയർ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഗ്രേറ്റർ ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ടു വിത്ത്സ്റ്റാൻഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ആക്ച്വൽ ആക്ടിവിറ്റി ഡ്യൂ ടു ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ റീസൺ. നമ്മൾ ഈ പറഞ്ഞ വിറ്റ് വരവിന് ഫ്ലക്ച്വേഷൻ വെച്ചാൽ അറിയാലോ, ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്നും പ്രോഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് എ മെഷർ. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ എങ്ങനെയാണ് കാണുക, ഇറ്റ് ഈസ് ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബൈ നേരത്തെ നമ്മൾ കണ്ട പ്രോഫിറ്റ് വോളിയം റേഷ്യോ. നമുക്ക് ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇതാണ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ എ പെർസെൻറ്റേജ്. ദിസ് പെർസെൻറ്റേജ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി ബൈ ടോട്ടൽ സെയിൽസ്. അപ്പോൾ ശതമാനം കാണാനായിട്ട് എത്രയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ദാറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻടു 100, നമുക്ക് ഇത്ര ശതമാനമാണ് എൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്താ, നമ്മുടെ ഇറ്റ് ഈസ് ടോട്ടൽ സെയിൽസ് മൈനസ് അല്ലേ ബ്രേക്ക് ഈവൻ സെയിൽസ്, അതാണ് എൻ്റെ പ്രോഫിറ്റ്. ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻടു 100 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ, ടോട്ടൽ സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് എൻ്റെ ഈ പറഞ്ഞ പ്രോഫിറ്റ് എന്നുള്ളതിൻ്റെ കണക്കും കൂടിയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, സോ മാർജിൻ ഓഫ് സേഫ്റ്റി അതുകൊണ്ട് തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഹയർ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ്സ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ബിസിനസ്. ഫിനാൻഷ്യൽ സൗണ്ട്നെസ് വെച്ചാൽ ഫിനാൻഷ്യൽ സേഫ്റ്റി. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബിസിനസ് പൊളിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ ലോസിലേക്ക് പോകില്ല എന്നർത്ഥം.
ഇനി ഈ ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെച്ചം എന്താ? നമുക്കിപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ഇവൻ അനാലിസിൻ്റെ കൂടെ വരുന്നതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയുള്ള പദങ്ങളൊക്കെ, മുമ്പ് കണ്ട കാര്യങ്ങളൊക്കെ. ഇനി ഇതെന്താ, വാട്ട് ആർ ദ യൂസസ്, അഡ്വാൻറ്റേജസ് ഓഫ് യൂസസ്? ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതേവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുക. ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇതിൽ ആറാമത്തെ പോയിന്റ് മാത്രം ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് സെയിൽസ് വിച്ച് ഗീവ്സ് എ ഡിസൈഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് നമുക്കിപ്പോൾ ലെറ്റ് മീ സേ 1,00,000 ലാഭം വേണമെന്ന് വയ്ക്കുക. ഓക്കെ, 1,00,000 ലാഭം കിട്ടാനായി നമ്മൾ എത്ര യൂണിറ്റുകൾ വിൽക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമുക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസ് നമുക്ക് കിട്ടും. കാരണം അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ വേരിയബിൾ കോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? വേരിയബിൾ ഈ പറഞ്ഞ ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉപയോഗിക്കും. ഇതിൽ 10ാമത്തെ പോയിന്റ്, ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റഡി ദി കമ്പാരിറ്റീവ് പ്ലാന്റ് എഫിഷ്യൻസീസ് ഓഫ് ദി ഇൻഡസ്ട്രി. നമ്മൾ ഈ പ്ലാന്റിൻ്റെ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ഫാക്ടറിയുടെ കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ 2 മെത്തഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും ഒരേ വസ്തുവിന് തന്നെ ഉണ്ടാവുക. ഒരേ പ്രോഡക്റ്റ് തന്നെ 2 തരത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന 2 കമ്പനികളുണ്ടെന്ന് നോക്കിയാൽ 2 കമ്പനികളുടെ ഈ പറഞ്ഞ ഫാക്ടറി മെഷീനറൊക്കെ ഡിഫറൻ്റ് ആണെന്ന് നോക്കിയാൽ, അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് കൂടുതൽ ലാഭകരം എന്നുള്ളതിന് കണ്ടുപിടിക്കാനും കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉപയോഗിക്കാം. കാരണം അവരുടെ രണ്ടും വേറെ വേറെ മെത്തഡാണെങ്കിൽ വേരിയബിൾ കോസ്റ്റൊക്കെ വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനി ഡസൻസ് ദ ഫോർമുലേഷൻ ഓഫ് പ്രൈസ് പോളിസീസ്. ഇത്രയെങ്കിലും കാശ് വേണം എന്നുള്ളതിൻ്റെ കണക്ക് ഉണ്ടാക്കാൻ നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉപയോഗിക്കും. ഫൈനലി ഇറ്റ് സെർവ്സ് എ യൂസ്ഫുൾ ടൂൾ ഫോർ കോസ്റ്റ് കൺട്രോൾ. അത് നമുക്കുണ്ടാകുന്ന ചിലവുകൾ കുറയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിൽ പല പോയിന്റ് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം അനാലിസിസ് ഓഫ് കോസ്റ്റ് വോളിയം റിലേഷൻഷിപ്പ്. ഒരുപാട് കാലത്തേക്ക് നമ്മളിത് കണക്കാക്കുന്നില്ല, കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു കണക്കാണിത്. ഓക്കെ, ഇറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു വേരിയേഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ് ഓർ പ്രോഡക്റ്റ് ഓർ ന്യൂ എക്യുപ്മെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടു പല കോസ്റ്റുകളും നമ്മളിൽ ഫിക്സഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കോസ്റ്റ് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രേക്ക് അനാലിസിസ് പിന്നെയും നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം അനാലിസിസ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് കോസ്റ്റ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എനിക്ക് എല്ലാ പ്രാവശ്യവും ഇത്രയും കാശ് ഫിക്സഡ് കോസ്റ്റ്, ഇത്ര കാശ് ചിലവാകും, അല്ലെങ്കിൽ ഇത്ര കാശൊന്നും ചിലവാകില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതൊരു വേരിയബിളാണ് ശരിക്കും. അത് തന്നെയാണ് പറയുന്നത്, ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ഫോർ എനി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, പക്ഷേ ഇറ്റ് ആക്ച്വലി വിൽ റിമെയിൻ ഫിക്സഡ് ഓൺലി അപ് ടു എ സർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി. വല്ലാണ്ട് നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ലാണ്ട് നമുക്ക് വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റിന് വ്യത്യാസം വരും. എഗെയിൻ വേരിയബിൾ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഇറ്റ് അസ്യൂംസ് ദാറ്റ് വേരിയബിൾ കോസ്റ്റ് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അതേ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്തോറും വേരിയബിൾ കോസ്റ്റ് കൂടുന്ന ഒരു അസംഷൻ നമുക്കുണ്ട്. പക്ഷേ വേരിയബിൾ കോസ്റ്റ് നീഡ് നോട്ട് നെസസറിലി വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഔട്ട്പുട്ട്. ഒരുപാട് ഫാക്ടേഴ്സ് ഇതല്ലാതെ നമ്മുടെ എന്താണ് ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ചില ഫാക്ടറികൾ, ചില സംരംഭങ്ങൾക്ക് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഫിക്സഡ് വോളിയം ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ മെഷീന് തന്നെ ഓടിക്കുന്ന നഷ്ടമാണെന്നുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏറ്റവും പറ്റിയ എക്സാമ്പിൾ പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി നമ്മളിപ്പോൾ ബുക്ക് അടിച്ചിറക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ പേപ്പറിന് അപ്ലൈഡ് ഫീസിൻ്റെ പല പേപ്പറുകൾക്കും പുസ്തകമില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുറച്ച് പുസ്തകങ്ങൾ അടിച്ചിറക്കാൻ ഞങ്ങൾക്ക് നഷ്ടമാണ് സാറിനൊരു ഉത്തരമാണ് ഞങ്ങൾക്ക് കിട്ടാറ്. അതായത് അവർ പുസ്തകം അടിച്ചിറക്കുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കോപ്പീസ് എങ്കിലും ഇല്ലെങ്കിൽ നഷ്ടമായി പോവും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വേണം. ഈ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് നമ്മൾ വിചാരിച്ച പോലെ കൂടണമെന്നില്ല. ഓക്കെ,
The assumption that only one product is produced or that sales mix remains constant is difficult to find in actual life. ഈ പറഞ്ഞ പ്രോഡക്റ്റ് മിക്സ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളൊരു അസംഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ശരിയാവില്ല അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടയോട്ട എന്നുള്ള കമ്പനി ഇത്രയും കാലം അവർ എന്താണ് നമ്മുടെ ഫോസിൽ ഫ്യൂൽ ഉപയോഗിച്ചിട്ടുള്ള കാറുകളാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ടയോട്ടയും അതുപോലെ ഹോണ്ട പോലുള്ള കമ്പനികളൊക്കെ ഇലക്ട്രിക് കാറുകൾ ഇറക്കി തുടങ്ങി. അപ്പോൾ അതൊരു വേറൊരു പ്രോഡക്റ്റ് ലൈനാണ്, വേറെ ലൈൻ ഓഫ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് മിക്സ് ഒരിക്കലും ഒരുപോലെ ഇരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വെൻ എ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചേർഡ് സെപ്പറേറ്റ് ബ്രേക്ക് ഈവൻ ചാർട്ട്സ് മേ ബി പ്രിപ്പയർഡ് ഫോർ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്. ദിസ് മേക്സ് അലോട്ട്മെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ആർബിട്രറി ബേസ്. നമ്മളിപ്പോൾ ഒരുപാട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എല്ലാത്തിനും ബ്രേക്ക് ഈവൻ അനാലിസിസ് നടത്തി. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ ഫിക്സഡ് കോസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അതെന്ത് ചെയ്യണം, അത് നമുക്ക് യാതൊരു അടിസ്ഥാനമില്ലാതെ നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, യാതൊരു അടിസ്ഥാനമില്ല ഇത്ര ആയിരിക്കും നമ്മൾ അനുമാനിക്കേണ്ടി വരും, അതും ശരിയാവില്ല. ദ അസംഷൻ ദാറ്റ് സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഈസ് നോട്ട് വാലിഡ്. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരിക്കലും സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താ, സെല്ലിംഗ് പ്രൈസ് മാറുമ്പോൾ ഈ അനാലിസിസ് പിന്നെ നടത്തേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, again break-even analysis completely ignores the capital employed in the project. ഈ കാശല്ലാതെ ബാക്കി വേറെ ക്യാപിറ്റൽസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് ഫോഴ്സായിട്ടും മാനുവൽ ലേബറായിട്ടും ടെക്നോളജി ആയിട്ടും പലതരത്തിലും ക്യാപിറ്റൽ വരും. അതിൽ എല്ലാ ക്യാപിറ്റലിനെയും ഇത് പരിഗണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇറ്റ് ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ ഇൻ ലോങ് റേഞ്ച് പ്ലാനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് ടേം അനാലിസിസ് ആയാലും ലോങ് റേഞ്ച് പ്ലാനിങ്ങിൽ ഇതിന് വലിയ ഉപയോഗമില്ല. പിന്നെ ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് റെക്കോർഡ്, ബട്ട് ദിസ് ഇസ് നോട്ട് കറക്റ്റ്. നമുക്ക് ഇനി മുമ്പോട്ടുള്ള കാലത്ത് എങ്ങനെയായിരിക്കും സെയിൽസ് എന്നുള്ളത് ഇതുവരെ നടന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ള അസംഷൻ ഇതിലുണ്ട്. അത് ശരിയാവില്ല, കാരണം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ വരുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. The profits are a function of not only output but also other factors such as technological changes, improvements in the art of management, etc. These have been ignored in break-even analysis. അപ്പോൾ ഇതിന് മുമ്പേ പറഞ്ഞ പോലെ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളായിട്ട് കെട്ടുപണഞ്ഞ് കിടപ്പുണ്ട്. മാർക്കറ്റിങ് അല്ലേ, അതുപോലെ മാനേജ്മെൻറ്റ്, പലതരത്തിലുള്ള ഇപ്പോൾ പലതരത്തിലുള്ള MBAs വരുന്നുണ്ട്, പല സ്പെഷ്യലൈസ്ഡ് ആണ്. അത് പല ഇൻഡസ്ട്രീസിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഏറ്റവും ആദ്യത്തെ MBA ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, വേറെ പലതിലും വരുന്നുണ്ട്, ഹോസ്പിറ്റൽ മാനേജ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് മാറുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ്സും മാറിക്കൊണ്ടിരിക്കും. ഇത് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഈവൻ അനാലിസിസിൽ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിമിറ്റേഷൻസ് ആയിട്ട് കാണാനുള്ളത്. ഇനി നമുക്ക് കണ്ട രണ്ട് ചെറിയ ടോപ്പിക്കുകൾ, ഒന്ന് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. Sensitivity analysis helps in studying the impact of crucial variables like raw material sales volume, sales price, degree of capacity utilization, etc. or the economic viability of the enterprise. നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഏറ്റവും അധികം ഒരു പ്രോജക്റ്റിനെ ബാധിക്കുക എന്നുള്ളത് വലിയ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു അനാലിസിസ് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താ, ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റഡിങ് ദി ഇമ്പാക്റ്റ് ഓഫ് ക്രൂഷ്യൽ വേരിയബിൾസ്. ക്രൂഷ്യൽ വേരിയബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ സെയിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിനെ സാരമായി ബാധിക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ സെൻസിറ്റീവ് അനാലിസിൽ കാണുക. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റഡിങ് ദി ഇമ്പാക്റ്റ് ഓഫ് ക്രൂഷ്യൽ വേരിയബിൾസ് ലൈക്ക് റോ മെറ്റീരിയൽസ്, സെയിൽസ് വോളിയൂം. അല്ല, റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ അത് കിട്ടുന്ന തോതനുസരിച്ചിരിക്കും നമ്മുടെ മൊത്തം പ്രൊഡക്ഷൻ. അതുപോലെ സെയിൽസ് വോളിയൂം, എത്ര കണ്ട് വിറ്റ് പോയി അല്ലേ, സെയിൽസ് പ്രൈസ്, ഒരു യൂണിറ്റിൻ്റെ വില. അതുപോലെ ഡിഗ്രി ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു, എത്ര കണ്ട് നമ്മൾ മാൻ പവറും മെഷീൻ പവറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അളവ്. ഇതെല്ലാം ഈ പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ എല്ലാം എഫക്റ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഇത് ഓർ ദി എക്കണോമിക് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ഈസ് ഇറ്റ് പോസിബിൾ, എത്ര കണ്ട് എക്കണോമിക്കലി ഇതിനെ എത്ര കണ്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. So under this approach the value of different key variables is changed in a systematic manner. അപ്പോൾ നമ്മൾ ഈ ഒരു അനാലിസിസിൽ നമ്മൾ ഈ പറഞ്ഞ കീ വേരിയബിൾ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്, റോ മെറ്റീരിയൽസ് ആൻഡ് അവൈലബിലിറ്റി, സെയിൽസ് വോളിയം, ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയിട്ട് എന്ത് വ്യത്യാസം വരുന്നു, അതായത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിക്കും എക്കണോമിക് സ്റ്റാറ്റസിനും എന്ത് വ്യത്യാസം വരുന്നു നമ്മൾ നോക്കുന്നു. So change is made in one variable and the values of other variables are assumed constant
and the results are analyzed to find out sensitivity of variable levels with the respect impact on profit margin. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു വേരിയബിളിൽ മാറ്റം വരുത്തുന്നു, ഓക്കെ, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് സെയിൽസ് പ്രൈസിന് അല്ലെങ്കിൽ സെയിൽസ് വോളിയത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, സെയിൽസ് പ്രൈസ്, ഡിഗ്രി ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് സെയിൽസ് വോളിയം മാത്രം നമ്മൾ മാറ്റുന്നു. എന്നിട്ട് നമ്മുടെ ഈ പറഞ്ഞ പ്രോഫിറ്റ് എത്ര കണ്ട് മാറുന്നു നമ്മൾ കണക്കാക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ചേഞ്ചസ് മെയ്ഡ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദ വാല്യൂസ് ഓഫ് അതർ വേരിയബിൾസ് ആർ അസ്യൂംഡ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ റിസൾട്ട്സ് ആർ അനലൈസ്ഡ് ടു ഫൈൻഡ് ഔട്ട് സെൻസിറ്റിവിറ്റി ഓഫ് വേരിയസ് വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു ദെയർ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ് മാർജിൻ. നമ്മളിപ്പോൾ ഈ എല്ലാ റോ മെറ്റീരിയൽസ്, സെയിൽസ് വോളിയം, സെയിൽസ് പ്രൈസ്, ഡിഗ്രി ഓഫ് കപ്പാസിറ്റി എല്ലാം ഒരുപോലെ ആയിരിക്കില്ല എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോന്നും മാറ്റിയ ശേഷം ഓരോന്നിൻ്റെയും വ്യതിയാനങ്ങൾ എത്ര കണ്ട് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുമെന്ന് നമ്മൾ ഈ സെൻസിറ്റീവ് അനാലിസിസിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത്, ലെറ്റസ് ടേക്ക് ആൻ എക്സാമ്പിൾ. ഇറ്റ് ഈസ് ഫെൽറ്റ് ദാറ്റ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് മേ ഗോ അപ്പ് ബൈ 10% വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ സെയിൽസ് പ്രൈസ്. Separate profitability estimate should be prepared with 10% increase in the cost of raw materials to find out whether the project will be viable even after increase in കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ പറയുന്നത് 10% റോ മെറ്റീരിയൽസിൻ്റെ വില കൂടിയാലും എന്താണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ അവസ്ഥ എന്ന് കണ്ടറിയാൻ ഇങ്ങനൊരു സെൻസിറ്റിവിറ്റി അനാലിസിസ് വിൽ ബി ടേക്കൺ വിത്ത് 10% ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിൽസ് പ്രൈസ്, സെയിൽസ് വോളിയം ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ഇത് മാത്രം കണക്കാക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ റോ മെറ്റീരിയൽസിൻ്റെ വിലയിൽ വരുന്ന വ്യതിയാനം എത്ര കണ്ട് നമ്മുടെ പ്രോജക്റ്റിനെ ബാധിക്കുന്നതൊക്കെ മനസ്സിലാവും. Okay, now it is useful to identify critical variables which may have larger influence on the financial returns of a project. Hence, it needs a detailed analysis, greater attention and stricter control to achieve the desired returns of the project. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രോജക്റ്റിനെ ഏറ്റവും അധികം ബാധിക്കുന്ന എന്ത് ഫാക്ടേഴ്സാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, അത് വളരെ അത്യാവശ്യം. കാരണം ആ ഫാക്ടേഴ്സിൻ്റെ പുറത്ത് നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക. അതാണ് നമ്മൾ പറയുന്നത്, ഹെൻസ് ഇറ്റ് നീഡ്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ്, ഗ്രേറ്റർ അറ്റൻഷൻ. അപ്പോൾ അതിന് ആ ഒരു ലെറ്റസ് ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ആണെന്നിരിക്കട്ടെ. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്താൻ നമുക്ക് കൂടുതൽ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. സോ ഇറ്റ് നീഡ്സ് ഡീറ്റെയിൽഡ് അനാലിസിസ്, ഇറ്റ് നീഡ്സ് ഗ്രേറ്റർ അറ്റൻഷൻ ഓൾസോ, അല്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കേണ്ടി വരും. ആൻഡ് സ്ട്രിക്റ്റർ കൺട്രോൾ ടു അച്ചീവ് ദി ഡിസൈർഡ് റിട്ടേൺസ് ഫ്രം ദി പ്രൊജക്റ്റ്. So this indicates a degree of cushion available in the profitability of a project to withstand changes in assumed conditions and shortfall. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന അടുത്ത അതേ സെൻറ്റൻസ്, അത് വേറെ ഒന്നുമല്ല പറഞ്ഞത്. ഡിഗ്രി ഓഫ് കുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഭത്തിന് എത്ര കണ്ട് വ്യതിയാനം വരാം എന്നുള്ളതിൻ്റെ ഒരു കണക്കും കൂടിയാണ് ഈ പറഞ്ഞ സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഇറ്റ് ഷുഡ് ബി ഡൺ ഫോർ സച്ച് പ്രോജക്ട്സ് വെയർ പ്രോപ്പർ അസംഷൻസ് കനോട്ട് ബി മെയ്ഡ് റിഗാർഡിംഗ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് അനാലിസിസ് സംടൈംസ് കോൾഡ് ആസ് വാട്ട് ഇഫ് അനാലിസിസ്. ഓക്കെ, നമുക്ക് കൃത്യമായി പല വേരിയബിൾസിൻ്റെയും കാര്യത്തിൽ കൃത്യമായിട്ടൊരു കണക്കില്ല, നമുക്ക് എങ്ങനെ വ്യതിയാനം വരുമെന്നും അറിയില്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് എടുക്കും. കാരണം ഈ ഒരു പ്രോജക്റ്റിന് ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് എന്നറിയാനായിട്ട് നമുക്ക് സെൻസിറ്റിവിറ്റി അനാലിസിസ് ഉപയോഗിക്കുക. അതുകൊണ്ട് അതിൻ്റെ പേര് വാട്ട് ഇഫ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ദ സെയിൽസ് പ്രൈസ് ഗോസ് അപ്പ് ബൈ 2%, അല്ലെങ്കിൽ വാട്ട് ഇഫ് ദ സെയിൽസ് ഗോ ഡൗൺ ബൈ 10% എന്നുള്ള പല വാട്ട് ഇഫ് സെനാറിയോസ്. അത് ശരിക്കും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സൽ ചെയ്യാനുള്ളൊരു വഴിയുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് റിസ്ക് അനാലിസിസ്. റിസ്ക് അനാലിസിസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദ സോഴ്സസ് ഓഫ് റിസ്ക്സ് സച്ച് ആസ് റൈസ് ഇൻ പ്രൈസസ് ഓഫ് റോ മെറ്റീരിയൽ, taxes and duties, product price, etc., which have greater bearing in determining the future returns of the project. Greater bearing എന്ന് വെച്ചാൽ കൂടുതൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, അതായത് ഏതൊക്കെ റോ മെറ്റീരിയലിൻ്റെ വിലയുടെ വ്യത്യാസം, ടാക്സ്, അതുപോലെ ഡ്യൂട്ടി, പ്രോഡക്റ്റ് പ്രൈസ്, ഇതിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഭാവിയിൽ വരുന്ന ലാഭത്തിന് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റിനെ സാരമായി ബാധിക്കുക. അപ്പോൾ ഈ ഇത്തരം റിസ്ക്കുകൾ ഈ റിസ്ക്കുകളെ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിസ്ക് അനാലിസിസ്. സോ അക്കോർഡിംഗ്ലി റിസ്ക് അനാലിസിസ് ഓഫേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഇൻവെസ്റ്റർ ടു റീഡിസൈൻ ഹിസ് പ്രപ്പോസ് പ്രോജക്റ്റ്. നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ടെക്നോളജിയുടെ കാര്യത്തിൽ തന്നെ ചില മെഷീൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കൊരു റിസ്ക് അനാലിസിസ് അതൊക്കെ നമുക്ക് മനസ്സിലായി, ഈ ചില വസ്തുക്കളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് പതുക്കെ ഒന്ന് റീഡിസൈൻ ചെയ്യേണ്ടി വരും. പലതും
നമുക്ക് ലോക്കൽ മെഷീൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻഡിജിനസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റീഡിസൈൻ ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ റീഡിസൈനിങ് ആ പ്രൊപ്പോസ് പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു അനാലിസിസ് പാർട്ട് കഴിയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ട് കണ്ടത് പ്രോജക്റ്റ് ഫിനാൻസിങ് ആണ്. അത് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.